ന്യൂനപക്ഷ വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് UDF വിട്ട് CPIM-ൽ ചേർന്നവർക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരണം നൽകി. LDF സ്ഥാനാർത്ഥി ശ്രീ KN ബാലഗോപാലിന്റെ നേതൃത്വത്തിലാണ് ഇവർക്ക് സ്വീകരണം ഒരുക്കിയത്. UDF-ന്റെ ന്യൂനപക്ഷ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് CPIM-ൽ കുറച്ചുപേർ എത്തിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവർക്ക് അർഹിക്കുന്ന സ്വീകരണവും നൽകി. INTUC മണ്ഡലം സെക്രട്ടറി കൊല്ലം സിറാജുദ്ദീൻ, RSP ഇലിപ്പിക്കോണം ബ്രാഞ്ച് സെക്രട്ടറി ശ്രീ മനോജ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൊല്ലം പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി ശ്രീ KN ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയത്. തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കരിക്കോട് കോടൻവിള ജംഗ്ഷനിൽ നൽകിയ സ്വീകരണ പരിപാടിക്കിടെയാണ് UDF വിട്ടുവന്നവർക്ക് സ്വീകരണവും നൽകിയത്. കഴിഞ്ഞ 40 വർഷമായി UDF-ൽ പ്രവർത്തിക്കുന്ന താനടക്കമുള്ള പ്രവർത്തകരുടെ വികാരം ഉൾക്കൊള്ളാതെ പ്രദേശത്തെ സംഘപരിവാർ പ്രവർത്തകരുമായി രഹസ്യബന്ധം പുലർത്തി തിരഞ്ഞെടുപ്പിൽ വിജയിക്കാമെന്ന UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ ദുരാഗ്രഹത്തിൽ പ്രതിഷേധിച്ചാണ് UDF വിടാൻ തീരുമാനിച്ചതെന്ന് കൊല്ലം സിറാജുദ്ദീൻ മലയാളി വാർത്തയോട് പറഞ്ഞു. KSU-യിലൂടെ വന്ന് യൂത്ത് കോൺഗ്രസ്, തുടർന്ന് കോൺഗ്രസിനകത്ത് മണ്ഡലം സെക്രട്ടറി, ബൂത്ത് പ്രസിഡന്റ് എല്ലാ രംഗങ്ങളിലും ഇങ്ങനെ കടന്നു വന്നപ്പോൾ കമ്പനിയുടെ ചാർജുകളുണ്ട് രണ്ടുമൂന്ന്. പിന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് മാറിയത്, അതായത് ഒരുപാട് കോൺഗ്രസിനകത്ത് തന്നെ പല നേതാക്കന്മാരും BJP-ആയി പല രീതിയിലുള്ള ബന്ധങ്ങളുണ്ട്. അതുകൂടാതെ പിന്നോക്ക ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിൽ നിന്ന് CPM-ഉം ഇടതുപക്ഷ കക്ഷികളും കേരളത്തിലും ഇന്ത്യയിലും ആവശ്യമാണെന്നുള്ളത് കറക്റ്റായിട്ട് കണ്ടുകൊണ്ട് മാറിയത്, പഠിച്ചു മാറിയത്, അല്ലാതെ ആരെയും പ്രേരണയിലൊന്നും. അദ്ദേഹം കഴിഞ്ഞ തവണ ഓപ്പോസിറ്റ് പാർട്ടിയിലേക്കാണ് പോയത്. അതായത് മൂല്യാധിഷ്ഠിത അവിടെ നഷ്ടപ്പെടുക, സാമ്പത്തികാധിഷ്ഠിത എന്നുള്ള തൽക്കാലം ഒന്ന് നീങ്ങിക്കാൻ പറയുമ്പോഴത്തേന് ഓപ്പോസിറ്റ് പാർട്ടിയിലേക്ക് പോവുകയും പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലൂടെ 543 സീറ്റിൽ ഒരു സീറ്റായി RSPയുടെ ആകെ പറഞ്ഞേ ഉള്ളൂ. പക്ഷേ അത് ചിലപ്പം കൂട്ടുമന്ത്രിസഭ BJP വരുവാണെങ്കിൽ ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല, അതിനകത്തേക്ക് മാറാൻ സാധ്യതയുണ്ട്. ആ ഒരു രൂപം അവിടെ കണ്ടുവരുന്നത് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികളുടെയൊക്കെ കൊല്ലത്ത്. ഇതെല്ലാം കൂടെ പഠിച്ച് നമ്മൾ മാറുന്നതാണ്. ന്യൂനപക്ഷങ്ങളുടെ ഇവിടെ ഇപ്പം മറ്റ് വടക്കേന്ത്യ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ ഇടതുപക്ഷ കക്ഷികളുള്ളതുകൊണ്ട് നമുക്ക് ന്യൂനപക്ഷത്തിനൊരു സംരക്ഷണം ശക്തമായിട്ടുണ്ട്, അവർ അതിനെ നേരിടും. അതേസമയം കോൺഗ്രസ് നേരിട്ടുള്ള സ്ഥലങ്ങളാണ് ഹരിയാന, ഗുജറാത്ത്. പക്ഷേ അവിടെ ഇല്ലാത്ത ഒരു പ്രൊട്ടക്ഷൻ നമ്മളിവിടെ കേരളത്തിലുണ്ട്. ഇത് ഇന്ത്യയിൽ എല്ലായിടവും ആവണമെന്നുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടെ പഠിച്ചാണ് നമ്മളുടെ ഒരു മാറ്റം. നമ്മുടെ കൂടെ കുറേ പ്രവർത്തകരുണ്ട്, അവർ പല ഘട്ടങ്ങളായിട്ട് ഇതിനകത്ത് ചേർന്ന് കഴിഞ്ഞ് ഇനിയുമുണ്ട് ആളുകൾ. അതുപോലെ കമ്പനിയിൽ യൂണിയൻ, നമ്മളവിടെ പ്രവർത്തിക്കുന്ന യൂണിയനിലുള്ള ഭാരവാഹികൾ ഇപ്പം C8-ലേക്ക് മാറും. ഇടതുപക്ഷ മൂല്യങ്ങൾ നശിപ്പിച്ച് വർഗീയ കക്ഷികളുടെ രഹസ്യ പിന്തുണ തേടുന്ന UDF സ്ഥാനാർത്ഥിക്ക് കുടപിടിക്കുന്നവരാണ് പ്രദേശത്തെ RSP ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അടക്കമുള്ള നേതാക്കളെന്നും ഇതിൽ പ്രതിഷേധിച്ചാണ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചതെന്നും RSP ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ ശ്രീ മനോജ് കുമാർ വ്യക്തമാക്കി. UDF-ൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസുകാർ അടക്കമുള്ള സാധാരണ പ്രവർത്തകരുടെ അമർഷമാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള കൊഴിഞ്ഞുപോക്കിന് കാരണമെന്നും അതിന്റെ തുടർച്ചയാണ് കൊല്ലം സിറാജുദ്ദീന്റെയും മനോജ് കുമാർ അടക്കമുള്ളവരുടെയും LDF പ്രവേശനമെന്നും ശ്രീ KN ബാലഗോപാൽ പറഞ്ഞു. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ LDF-ലേക്ക് എത്തുമെന്നും ബാലഗോപാൽ കൂട്ടിച്ചേർത്തു.